സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റയുടെ സിനിമയോടൊപ്പം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജൂലൈ 26-ന് വടകര ക്രിസ്റ്റൽ ചൂട്ടിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിനിമാ നടൻ ഇന്ദ്രൻസ് പുസ്തകം പ്രകാശനം ചെയ്യും. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായ പപ്പൻ നരിപ്പറ്റയുടെ 40 വർഷത്തെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പുസ്തകമായ സിനിമയോടൊപ്പം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജൂലൈ 26-ന് വടകര ക്രിസ്റ്റൽ ചൂട്ടിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടകര നഗരസഭാ ചെയർപേഴ്സൺ PK ശശി അധ്യക്ഷത വഹിക്കുന്ന പരിപാടി വടകര MLA KK രമ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് റൂറൽ പോലീസ് മേധാവി മെറിൻ ജോസഫ് IPS മുഖ്യാതിഥിയാക്കുന്ന പരിപാടിയിൽ പ്രശസ്ത നടൻ ഇന്ദ്രൻസ് പുസ്തക പ്രകാശനം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായുള്ള അനുഭവങ്ങളൊക്കെ ഈ ഒരു പുസ്തകത്തിന് വായിക്കാൻ പറ്റും. ഈ ഒരു പുസ്തകം ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന സിനിമയിലോട്ട് പ്രവേശിക്കാൻ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് വേണമെങ്കിൽ ഈ പുസ്തകത്തിൽ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അതെന്താണ് സിനിമ എങ്ങനെയൊക്കെ ആയിരിക്കണം, സിനിമേൻ്റെ ഒരു അടിത്തറ എങ്ങനെയാണ്, സിനിമയിൽ എന്തൊക്കെ കച്ചവടങ്ങളുണ്ട്, എന്തൊക്കെ തട്ടിപ്പ്, ഈ സിനിമേൻ്റെ പുറകിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ വഞ്ചനയും ചതിയും തട്ടിപ്പുമാണ്. ഇത് മനസ്സിലാക്കാതെ പലരും ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെന്നൈയിൽ പോയിട്ട് സിനിമ നടിയാൻ പോയിട്ട് ഒന്നും ആവാതെ, സിനിമയിലാകാൻ പോയിട്ട് ഒന്നും ആവാതെ ചായക്കടയിൽ ജോലി നടക്കാൻ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങി പുറപ്പെടും. പക്ഷേ അവിടെ എന്തോ ഒരു ഇത് തുറന്നു വെച്ചൊരു വാതിലാണെന്നും എല്ലാവർക്കും കയറി ഹെഡ് ചെയ്യാമെന്നും അല്ലെങ്കിൽ രക്ഷപ്പെടാമെന്നും കരുതുന്നൊരു അവസ്ഥ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. ഇപ്പോൾ സിനിമ കുറച്ചുകൂടി എന്താ പറയുക, പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്, പുതിയ സംസ്കാരം സിനിമയിൽ വരുന്നുണ്ട്. ഒരു സിനിമയുടെ സാഹിത്യം തന്നെ പറയാം. സാഹിത്യം എന്നൊരു വലിയ സൃഷ്ടികൾ, ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന OV വിജയൻ്റെ സിനിമ എടുക്കാൻ എന്തൊക്കെ പേടിയാണ്. അത് സിനിമ വെക്കാൻ പറ്റിയ ഒരു ത്രെഡ് അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സിനിമക്കൊരു ഫോർമാറ്റ് ഉണ്ട്, സിനിമക്കൊരു സാഹിത്യമുണ്ട്. ആ രീതിയിൽ മാത്രമേ സിനിമയെ നമുക്ക് കാണാൻ പറ്റൂ. സിനിമയുടെ സാഹിത്യം ആ വഴിക്ക് നമ്മൾ നീങ്ങണം. അപ്പോൾ അതേ ആൾക്കാരും ചെയ്യുന്നത് ഒരു മമ്മൂട്ടിയെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മോഹൻലാൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ദിലീപിനെ കണ്ടുകൊണ്ട് ആ ഒരു കഥ എഴുതുക. അപ്പോൾ നായക പ്രാധാന്യമാണ്. നായികക്ക് പടക്കാലത്തായിട്ട് മലയാള സിനിമയിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനത്തെ കഥകൾ വരുന്നില്ല. വളരെ ചുരുങ്ങിയ ചില പടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ എന്താ പറയുക പ്രത്യക്ഷത്തിൽ കാണുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് 26-ാം തീയതി വൈകിട്ട് നമ്മളെ പ്രിയപ്പെടുന്ന ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഞാൻ ഭയങ്കര മാനസിക അടുപ്പുള്ള ആളാണ്. ഇയാൾ ഒന്നുമല്ലാത്തൊരു കാലത്ത് പണ്ട് രാജസേൻ്റെ പടങ്ങൾക്ക് അഭിനയിക്കുന്ന സമയത്ത് വന്ന സമയത്തൊക്കെ ഞാനും അദ്ദേഹം ഒരേ മുറിയിലാണ് താമസിച്ചത്. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.